തിരുവാതിര സ്പെഷ്യൽ താളകമാണ് ഞാൻ നിങ്ങൾക്കായിട്ട് കാണിക്കാൻ പോകുന്നത്. ഡ്രൈ പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് കടലപ്പരിപ്പ് 2 ടീസ്പൂൺ, ഉഴുന്നുപരിപ്പ് 1.5 ടീസ്പൂൺ, കുരുമുളക്, ഉലുവ ഇതെല്ലാം ഒരു 1/4 മുതൽ 1/2 ടീസ്പൂൺ വരെ ഉപയോഗിക്കാം. എള്ള് 1/2 ടീസ്പൂൺ, പിന്നെ മുഴുമല്ലി 1.5 ടീസ്പൂൺ അല്ലെങ്കിൽ 2 ടീസ്പൂൺ വരെ. ഇത് ഞാൻ കുറച്ച് പൊട്ടുകടലയാണ് ചേർത്തിരിക്കുന്നത്. ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർക്കാം. എല്ലാം ഒരുമിച്ച് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക. എന്നതിന് ശേഷം ഇത് നന്നായിട്ട് പൊടിച്ചെടുക്കുക. വറ്റൽമുളക് ഉണ്ടെങ്കിൽ വറ്റൽമുളക് ഇപ്പോൾ നമുക്ക് ചൂടാക്കാവുന്നതാണ് ഇതിനോടൊപ്പം ഇട്ടിട്ട്. ഇപ്പോൾ ഞാൻ 3-4 ടീസ്പൂൺ തേങ്ങ, നമ്മൾ ചിരവി വെച്ച തേങ്ങയാണ് ചേർക്കുന്നത്. അപ്പോൾ ഇത് കുറച്ചധികം മസാല ഉണ്ടാവും, ഇത്രയും ആവശ്യമില്ല. വേണമെങ്കിൽ നമുക്ക് പിന്നീട് സാമ്പാറൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ പൊടിയും കുറച്ച് മിക്സ് ചെയ്യാവുന്നതാണ്. അപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക. ആറിയതിന് ശേഷം നമുക്ക് മിക്സി ജാറിലിട്ട് പൊടിക്കാം. അപ്പോൾ ഒട്ടും വെള്ളമില്ലാതെ തന്നെ നമുക്ക് പൊടിച്ചെടുക്കാം. എന്നിട്ട് ആവശ്യാനുസരണം നമ്മുടെ സാമ്പാർ താളകം എന്ന വിഭവമാണല്ലോ, അതിലേക്ക് ചേർക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ വറ്റൽമുളക് കുറച്ച് കുറവായതുകൊണ്ട് ഞാൻ മുളക് പൊടിയാണ് ഇതിലേക്ക്, നമുക്ക് ആവശ്യാനുസരണം മുളക് പൊടി, പിന്നെ കായം ഞാൻ ഇട്ടിട്ടുണ്ട്. കട്ട കായമാണ്, അത് എണ്ണയിലൊന്ന് മുരിച്ചെടുത്തു. ഇനി പച്ചക്കറികൾ ഇതൊക്കെയാണ്: ബീൻസ്, മത്തൻ, കത്തിരിക്ക, വഴുതനങ്ങ വേണ്ട, കത്തിരിക്ക തന്നെ എടുക്കുക. പിന്നെ വേണ്ടത് കുമ്പളങ്ങയ്ക്ക് പകരം ഞാനിവിടെ വെള്ളരിക്കയാണ് എടുത്തിരിക്കുന്നത്. കായ, മുരിങ്ങക്കോല്, ചേന, ഇത്രയും വിഭവങ്ങളാണ്. അപ്പോൾ 7, 9, 11 അങ്ങനെ ഒറ്റ സംഖ്യയിലാണ് നമ്മൾ പച്ചക്കറികൾ എടുക്കുക. ഉരുളക്കിഴങ്ങ് വേണമെങ്കിൽ ചേർക്കാം, നിങ്ങളിൽ ചേമ്പുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം. ഇപ്പോൾ തിരുവാതിരയൊക്കെ ആയതുകൊണ്ട് ചേമ്പ്, കൂർക്ക അങ്ങനെയൊക്കെ കിട്ടുവാണെങ്കിൽ അങ്ങനെ 11 ഐറ്റംസ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു കറി ഉണ്ടാക്കുക. അപ്പോൾ ഞാനിവിടെ ചട്ടി അടുപ്പത്ത് വെച്ച് വെള്ളം ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട്. അപ്പോൾ വേവിനനുസരിച്ചുള്ള പച്ചക്കറികൾ ഓരോന്നോരോന്നായിട്ട് ആദ്യം ഇട്ട് കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം ബാക്കിയുള്ളതൊക്കെ ഇടാം. അപ്പോൾ ഞാനിവിടെ ഈ ചേന നല്ല വേവ് ഇല്ലാത്തതാണ്. ചില ചേനകൾക്ക് ഒരുപാട് വേവ് ആവശ്യമുണ്ടാവും. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള ചേന കിട്ടുവാണെങ്കിൽ അതധികം വേവ് ഉണ്ടാവില്ല. അപ്പോൾ നല്ല ചേനയാണിത്. അപ്പോൾ ഞാൻ അതിനോടൊപ്പം മുരിങ്ങക്കോല്, വെള്ളരിക്ക, കായ ഇട്ടിട്ട് മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഞാനൊന്ന് പകുതി വേവ് നമുക്ക് വേവിച്ചെടുക്കാം. കുമ്പളങ്ങയ്ക്ക് നല്ല വേവുണ്ട്. അപ്പോൾ നമുക്ക് പകുതി വേവ് ചേനയ്ക്കും ഈ പച്ചക്കറികൾക്കെല്ലാം ആയതിന് ശേഷം ബാക്കിയുള്ളത് ചേർക്കാം. അപ്പോൾ ഒന്ന് മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മളെല്ലാ പച്ചക്കറികളും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇപ്പോൾ പകുതി വേവായതിനു ശേഷം ഞാൻ കത്തിരിക്ക, അപ്പോൾ വഴുതനങ്ങ ഉപയോഗിക്കാതിരിക്കുകയാണ് നല്ലത്, കത്തിരിക്ക തന്നെയാണ് ഇതിൽ നല്ലത് കേട്ടോ ചേർക്കാൻ. അപ്പോൾ മത്തൻ, ബീൻസ്, കത്തിരിക്ക ഇവയെല്ലാം ചേർത്തു. ഇവയ്ക്കൊന്നും അത്ര വേവില്ലാത്ത കാരണമാണ് ഞാൻ കുറച്ച് പകുതി വേവായതിനു ശേഷം ബാക്കിയുള്ള പച്ചക്കറികൾ പകുതി വേവായതിനു ശേഷം ചേർത്തത്. അപ്പോൾ കുറച്ച് മുളക് പൊടിയും വേണമെങ്കിൽ നമുക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം, ഉപ്പും ചേർത്തിട്ട് ഇനി ഇത് നന്നായി വേവിച്ചെടുക്കുക. കുറച്ചൊക്കെ ഒന്ന് ഉടഞ്ഞ രീതിയിൽ വേവിക്കാം. ഇപ്പോൾ ഞാൻ തുവരപ്പരിപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പീസ് പരിപ്പ് ഉപയോഗിച്ചാലും കുഴപ്പമില്ല. കുറച്ച് ഒരു 5-6 കഷ്ണം മത്തങ്ങയും ചേർത്ത് മഞ്ഞൾപ്പൊടി, വേണമെങ്കിൽ കുറച്ച് നല്ലെണ്ണയും ചേർത്ത് നമ്മൾക്ക് പരിപ്പ് നന്നായിട്ട് വേവിച്ചെടുത്തത് ഇതിലേക്ക് ഒഴിച്ച് തിളപ്പിക്കാം. ഇനി പരിപ്പും ഈ കഷ്ണങ്ങളുമായി നന്നായി യോജിച്ച് വരണം. അപ്പോൾ നമുക്ക് വെള്ളം വേണമെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം നമുക്ക് മിക്സ് ചെയ്യാം. ഇനി പുളിയാണ് വേണ്ടത്. ഒരു ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള പുളി എടുക്കുക, പിഴിഞ്ഞ് നമ്മൾ ചൂടുവെള്ളത്തിലിട്ട് കുതിർത്ത് വയ്ക്കുക, എന്നിട്ട് പിഴിഞ്ഞൊഴിക്കുക. അപ്പോൾ ഇത് ഏകദേശം നമുക്ക് ഉച്ചഭക്ഷണമായിട്ട് കഴിക്കുമ്പോൾ നമുക്ക് താളകം ഉപയോഗിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ശർക്കര പാനിയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അല്ലാതെ എന്നെങ്കിൽ ഒരു 3/4 കഷ്ണം വെല്ലമോ, നിങ്ങളിൽ ശർക്കര കട്ടിയുള്ള ഉരുണ്ട ശർക്കരയാണെങ്കിൽ അതോ ഇടാവുന്നതാണ്. ഞാൻ ആ മസാല പൊടിയും ചേർത്തു. അപ്പോൾ നിങ്ങളിൽ ഏത് ശർക്കരയാണ് ഇടാനുള്ളതെന്ന് വെച്ചാൽ അത് ചേർക്കുക. പിന്നെ കടുക് വറക്കാൻ പോവാണ്. അപ്പോൾ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കുക. അതിലേക്ക് കടുകിട്ടു, ഉഴുന്നുപരിപ്പ് ചേർത്തു, വറ്റൽമുളക്, കറിവേപ്പില ഇതെല്ലാം ഇട്ട് മൂപ്പിച്ച് നമുക്ക് ചേർക്കാം. ഇനി തേങ്ങ ചിരവിയത്, ഒരു പിടി തേങ്ങ ചിരവിയത് കൂടെ വേണം. അപ്പോൾ സാമ്പാറിൽ നിന്നും കുറച്ച് വ്യത്യസ്തമാണ് ഈ കറി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഒരു തിരുവാതിര പുഴുക്കാണ് മിക്കപ്പോഴും നമ്മൾ ഉണ്ടാക്കുക. അപ്പോൾ താളകം ഉണ്ടാക്കി നോക്കുക ഇത്തവണ. ഒരു 10 പേർക്ക്, ഇപ്പോൾ ഈ ഒരു അളവിലൊക്കെ ആണെങ്കിൽ ഒരു 10 പേർക്കൊക്കെ നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാനതുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ എത്ര അളവ് വേണോ അതിനനുസരിച്ച് മാറ്റിയും കുറച്ചൊക്കെ എടുക്കുക. മസാലകൾക്ക് വേണ്ടി ഇത്രയും ഐറ്റംസൊക്കെ ഉപയോഗിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കടുക് പൊട്ടിക്കുമ്പോൾ തന്നെ തേങ്ങയും വറുത്തെടുക്കാം. ഞാൻ അതെല്ലാം ഒഴിച്ചതിന് ശേഷം ഒന്ന് അടച്ച് വെച്ചിട്ടാണ് ഞാൻ ഈ തേങ്ങ ഇടാൻ പോകുന്നത്. അപ്പോൾ
നല്ലവണ്ണം നെയ്യിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയിലോ നല്ലെണ്ണയിലോ ഏതിലും മൂപ്പിക്കാൻ ഇഷ്ടം അങ്ങനെ ചെയ്യാം. അപ്പോൾ അതെല്ലാം മിക്സ് ചെയ്തിട്ട് ഒരു 5-10 മിനിറ്റ് അടച്ച് വയ്ക്കുക. നല്ലവണ്ണം തണുത്തതിന് ശേഷം ഇത് ഉപയോഗിക്കുകയാണ് ഈ കറി നമ്മൾക്ക് ഊണ് കഴിക്കുമ്പോൾ നല്ല മാച്ചായി തോന്നുക. അപ്പോൾ നല്ലൊരു കറിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയാൻ മറക്കില്ലല്ലോ. അടുത്ത റെസിപ്പിയുമായി വീണ്ടും കാണാം.